വർഷങ്ങളായി പ്രൊഫസർ കെ.വി. തോമസ് വിദ്യാധരം ട്രസ്റ്റ് നിരവധി പ്രോത്സാഹന പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച പദ്ധതിയാണ് കർഷക മിത്ര. വിദ്യാർത്ഥികളെ ജൈവ കൃഷിയിലൂടെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നതാണ് കർഷക മിത്രം പദ്ധതി ലക്ഷ്യമിടുന്നത്. വീട്ടാവശ്യത്തിനുള്ള വിഷം തീണ്ടാത്ത പച്ചക്കറി വീട്ടിൽ തന്നെ ഒരുക്കുന്നതിനായി വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകളും തൈകളും വിത്തിട്ട് മുളപ്പിച്ച കറിവേപ്പ് തൈകൾ നൽകുന്ന പദ്ധതിയും, അതിനു പുറമെ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിലൂടെ ഭൂമിയെ സംരക്ഷിക്കുവാനും വായു മലിനീകരണം പരിഹരിക്കാനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടം ഒരുക്കുന്ന പദ്ധതിയുമാണ് ട്രസ്റ്റ് ഒരുക്കുന്നത്. ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ സാങ്കേതിക ഉപദേശ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും നൽകുകയും ചെയ്യുന്നു. പദ്ധതിയുടെ ഈ അധ്യയന വർഷത്തെ 6ാം ഘട്ട ഉദ്ഘാടനമാണ് ഇവിടെ ഈ സമയം നടക്കുന്നത്. ആദ്യഘട്ടം എടവനക്കാട് KPMHS സ്കൂളിലും, 2ാം ഘട്ടം വടുതല ചിന്മയ സ്കൂളിലും, 3ാം ഘട്ടം കർത്തേടം STV UP സ്കൂളിലും, 4ാം ഘട്ടം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള 44 സ്കൂളുകൾക്കായി സെന്റ് ആൽബർട്ട്സ് സ്കൂളിലും, 5ാം ഘട്ടം പുത്തൻതോട് GHS സ്കൂളിലേക്കും നടത്തുകയുണ്ടായി. ഭൂമിയെ പച്ചയണിച്ച് സംരക്ഷിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഹരിത പാഠവുമായി പ്രൊഫസർ കെ.വി. തോമസ് വിദ്യാധരം ട്രസ്റ്റിന്റെ ആവിഷ്കരിച്ച വിദ്യാർത്ഥികളുടെ കറിവേപ്പില തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ സ്കൂളിൽ ഇന്ന് നടത്തുകയാണ്. ഈ യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചടങ്ങുകൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവമേ, ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ. ദൈവമേ, ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാ ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി മുൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിയും വിദ്യാധനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും ഇപ്പോൾ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുമായ പ്രൊഫസർ കെ.വി. തോമസ് അവരുടെ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൊഫസർ കെ.വി. തോമസ് വിദ്യാധനം ട്രസ്റ്റ് കഴിഞ്ഞ 23 വർഷങ്ങളായി എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാപോഷണം എന്ന പദ്ധതിയായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്ന പദ്ധതിയായിരുന്നു അത്. ആരംഭിച്ചത് 2001-ലാണ്. അന്ന് കാണുന്നത് പോലെ രാവിലെയുള്ള പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും നടപ്പിലാക്കിക്കൊണ്ടിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് എറണാകുളം സെന്റ് ജോസഫ് UP സ്കൂളിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് കേരളത്തിന് മുഴുവൻ മാതൃകയാവുന്ന വിധത്തിലുള്ള പോഷകാഹാര പദ്ധതിക്ക് രൂപം നൽകിയത്. ഇന്ന് MP മാരുടെയും
MLA-മാരുടെയും വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പോഷകാഹാര പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റ് നടപ്പിലാക്കുന്ന പദ്ധതി കാർഷിക മിത്രം പദ്ധതിയാണ്. ഹരിതാഭമയം അതിജീവന പാഠം എന്നാണ് ഇതിൻ്റെ പേര്. നാം എല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ കൃഷിയുമായി വളരെ അടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ കറി കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാളികൾ, രാവിലെ പുട്ടിനോടുകൂടി കടലയാണെങ്കിൽ, ഉച്ചയ്ക്ക് ചോറിനോടുകൂടിയ മീൻകറിയാണെങ്കിൽ എല്ലാത്തിലും കരിവേപ്പിലയുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം കരിവേപ്പില അവരുടെ എല്ലാ കറികളിലും ഏറ്റവും ആവശ്യപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവാണ്. കറിവേപ്പിലയെ കുറിച്ച് സാധാരണ പറയുന്നത് അത് കട്ട് നട്ടാൽ അത് വളരുമെന്നാണ്. കാരണം അത് വളർത്തിയെടുക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കറിവേപ്പിലയുടെ വിത്തുകളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത കറിവേപ്പില ഇപ്പോൾ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായി വളരുന്നുണ്ട്. കറിവേപ്പിലയെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലല്ല അധികവും ഉൽപ്പാദിപ്പിക്കുന്നത്, ആന്ധ്രയിലും തമിഴ്നാട്ടിലുമാണ്. നമ്മുടെ കറിക്ക് രുചി കൂട്ടാനും മറ്റ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കറിവേപ്പിലിടുമ്പോൾ നാം ധാരാളം വിഷവും ഇടുന്നുണ്ട്. കാരണം ഈ കറിവേപ്പിലകളെല്ലാം വിഷവസ്തുക്കൾ സ്പ്രേ ചെയ്താണ് വളർത്തുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം വീടുകളിൽ ഒന്നുകിൽ നിലത്ത് കുഴി കുഴിച്ച് അല്ലെങ്കിൽ ബോക്സുകളിൽ വളർത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന കറിവേപ്പില തൈകൾ. മാത്രമല്ല, നമുക്ക് പത്രങ്ങളിൽ വായിക്കാറുണ്ട്, ഇപ്പം നമ്മുടെ നഗരങ്ങളെല്ലാം വിഷയുക്തമാണ്. അത് ഡൽഹിയാണെങ്കിലും കൊച്ചിയാണെങ്കിലും പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത്തരമുള്ള നഗരങ്ങളിലേക്ക് ഇപ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പ്രത്യേക സംവിധാനങ്ങളാണ് വരുന്നത്. ലാബുകൾ അല്ലെങ്കിൽ പാർലറുകൾ, ഓക്സിജൻ പാർലറുകൾ. എന്നാൽ കൃത്രിമമായ പാർലറിനേക്കാൾ വളരെ ഫലപ്രദമാണ് കറിവേപ്പില. ഒരു കറിവേപ്പില ചെടി നിങ്ങളുടെ ബെഡ്റൂമിൽ വളർത്താൻ കഴിഞ്ഞാൽ ആ കറിവേപ്പില നിങ്ങൾക്ക് ധാരാളം പ്രാണവായു, ഓക്സിജൻ നൽകും. ഇത്തരം ആശയങ്ങൾ നമ്മുടെ പുതുതലമുറയ്ക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയായ ICAR-ൻ്റെ ടെക്നോളജിക്കൽ അസിസ്റ്റൻസോടുകൂടി നമ്മുടെ വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി കറിവേപ്പില നടന്നു. ഞങ്ങൾ ഈ വർഷം 1 ലക്ഷം കറിവേപ്പില തൈകൾ വിതരണം ചെയ്യുന്നുള്ള പരിപാടിയാണ് ഇട്ടത്. ഏറ്റവും അവസാനം കേരള ഗവർണർ വന്ന് പങ്കെടുത്ത പരിപാടിയിൽ 25,000 കറിവേപ്പില തൈകളാണ് കുട്ടികൾക്ക് നൽകിയത്. നമുക്കറിയാം, അധ്യയന വർഷം തീരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് എത്തിക്കാവുന്ന എല്ലാ സ്കൂളുകളിലും കറിവേപ്പില എത്തിക്കുന്ന ഒരു വലിയ സംരംഭത്തിലാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കറിവേപ്പില. അത് നിങ്ങളുടെ വീട്ടിൽ നടാൻ പറ്റുന്നതാണെങ്കിൽ മണ്ണ് നടുക, അല്ലെങ്കിൽ ചട്ടിയിൽ നടുക. അത് നിങ്ങൾക്ക് ഒരു വലിയ പ്രാണവായു നൽകുന്ന ഒരു സലൂണായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു സംരംഭത്തിൻ്റെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപനമാണ് ഗേൾസ് സ്കൂൾ നടക്കുന്നത്. നമുക്കറിയാം, ഇത് കഴിഞ്ഞാൽ പരീക്ഷയും മറ്റു കാര്യങ്ങളുമായി ഇനി അടുത്ത ജൂണിലാണ് അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇന്ന് എറണാകുളം നഗരത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സർക്കാർ നിലയിൽ അകൽബത്തോട് പ്രവർത്തിക്കുന്ന എറണാകുളം ഗേൾസ് സ്കൂളിൽ പരിപാടിയുടെ സമാപനം
ഇവിടെയാണ് കുളിക്കുന്നത്. ഇവിടെ ഇന്ന് മേയർ വരാം എന്ന് പറഞ്ഞിരുന്നു, MLA വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കറിയാം, അവർക്കൊക്കെ അറിയാവുന്നത് മേയർ ബഡ്ജറ്റ് ഇന്ന് നഗരസഭയിൽ അവതരിപ്പിക്കുകയാണ്. MLA നിയമസഭയുടെ അവസാന ദിവസങ്ങളാണ്, അതുകൊണ്ടാണ് അവർക്ക് വരാൻ കഴിയാതെ വന്നത്. എന്തായാലും ഈ പദ്ധതി കൃത്യമായി സമയബന്ധിതമായി തീർക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ അധ്യയന വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനോട് ഞങ്ങളോട് സഹകരിച്ച ഇവിടുത്തെ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്ര ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്കെല്ലാം ട്രസ്റ്റിൻ്റെ പേരിൽ പ്രത്യേകം സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എടുക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ മിനി മാഡമാണ്. മാഡത്തിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. കറിവേപ്പിലയുടെ മഹാത്മ്യം എന്താണെന്ന് കൃത്യമായിട്ടൊരു ക്ലാസ് ഇവിടെ തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. ഉച്ചകഴിഞ്ഞ സമയമാണ്, ചെറിയ ചൂടൊക്കെ ഉണ്ട്, എന്നാലും ഇത് നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. അതിൻ്റെ സമാപനം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. അപ്പം എല്ലാവരും തന്നെ ഈ ക്ലാസ് കൃത്യമായിട്ട് കേട്ട് ഇവിടുന്ന് കിട്ടുന്ന തൈകൾ നിങ്ങളെ വീട്ടിൽ കൊണ്ട് വെക്കുകയും, അത് നമ്മളിപ്പോൾ അറിയാം, കറിവേപ്പില നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങൾ? പച്ചക്കറി മേടിക്കാൻ കടയിൽ പോയിട്ടുണ്ടോ? അപ്പൊ ഈ കറിവേപ്പില വെറുതെ ഒടിച്ചിങ്ങനെ ബാഗിലോട്ട് വെച്ച് തരും, വലിയ ഇലയുള്ള ഒരു കറിവേപ്പ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് വെറുതെ നമ്മൾ വേലിപ്പത്തൽ പോലെ ഉണ്ടായി വെക്കുന്ന കറിവേപ്പ് ഇങ്ങനെ തണ്ടോടും കൂടി ഒടിച്ച് പച്ചക്കറി കടയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ ഒടിച്ചു തരും. അപ്പൊ അത് ചിലർ നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിഷം, പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചു കിട്ടുന്ന ഒരു സാധനമാണ് ഈ കറിവേപ്പില എന്നാണ് പറയുന്നത്. കറിവേപ്പില, മല്ലിയില പോലെയുള്ള ഇലവർഗ്ഗങ്ങളിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടില് സ്വന്തമായിട്ട് ഒരു തൈ, ഇത് നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട, ഒരു ചെടിച്ചട്ടിയിൽ പോലും നമുക്ക് വളർത്താവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇത് കിട്ടുന്നത് കൃത്യമായിട്ട് വളർത്തുക. ഇതിലൂടെ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു താല്പര്യം ഉണ്ടാകണം ഇത് കിട്ടിക്കഴിയുമ്പോൾ. അപ്പൊ അതെല്ലാവരും ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും അത് വീട്ടിൽ നട്ടുവെക്കുകയും അതുപോലെ തന്നെ ഈ ക്ലാസ് കൃത്യമായിട്ട് കേട്ട് എന്താണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ കറിവേപ്പില തൈ വിതരണത്തിന്റെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തുന്നത്, അതോടൊപ്പം പദ്ധതി വിശദീകരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും ഹെഡുമായ ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യം അവർകളാണ്. സാറിനെ ഞാൻ ഏറ്റവും ആദരവോടുകൂടി ഇന്നത്തെ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ലാണ് ഇത്തരത്തിലുള്ള ഒരു കർഷകമിത്രം പദ്ധതിയുമായിട്ട് പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് KVKയെ സമീപിച്ചത്. അന്നു മുതൽ ഇന്നു വരെ എല്ലാ വർഷവും കോവിഡ് കാലത്തൊഴിച്ച് കൃത്യമായിട്ട് എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഈ വർഷത്തെ പദ്ധതിയുടെ അവസാനത്തെ പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത്. ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ളത് 2 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ്. ഒന്ന്, സ്ഥലമുള്ള സ്കൂളുകളിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക, ഫലവൃക്ഷ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഓരോ കുട്ടികളുടെയും വീടുകളിലേക്ക് കുട്ടികൾക്ക് കറിവേപ്പ് തൈകൾ കൊടുത്തുവിടുക എന്നുള്ളതാണ്. അതിൽ കറിവേപ്പ് തൈകൾ കൊടുത്തുവിടുന്നത് ഈ സ്കൂളുകളിൽ ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതും കുട്ടികളിൽ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും, അതോടൊപ്പം കൃഷിയോട്
കർഷകരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുക എന്നുള്ളതുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം കൃഷികളിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കുക. എന്താണ് ബേസിക്കലി കൃഷി എന്ന് പറയുന്നത്? നമ്മൾക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് കൃഷി. കൃഷിയിൽ നിന്ന് അല്ലാതെയുള്ള ഭക്ഷണം നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഭക്ഷണമാണ് ബർഗർ, പിസ്സ. ഇല്ല, എല്ലാവരും നല്ല കുട്ടികളാണ്. അമ്മ ഉണ്ടാക്കി തരുന്ന ചോറ്, കറി, അതൊക്കെയാണ് താല്പര്യം. അതാണെങ്കിലും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണെങ്കിലും ഏതാണെങ്കിലും ബേസിക്കലി എല്ലാം വരുന്നത് കൃഷിയിൽ നിന്നാണ്, കാർഷിക മേഖലയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് കൃഷി. നമ്മൾക്ക് താല്പര്യവും കൃഷിയിലുണ്ടാവണം. അതെല്ലാവരും കൃഷിക്കാരനാകാൻ വേണ്ടിയിട്ടല്ല, കൃഷിക്കാരനായാൽ നല്ലതാണ്. കൃഷിക്കാരെയും കാർഷിക മേഖലയെയും ബഹുമാനിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് പാരിസ്ഥിതിക സന്തുലനം ഉണ്ടാവുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫെബ്രുവരി അവസാനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ചൂട് തുടങ്ങി കഴിഞ്ഞു. നമുക്കിനി മാർച്ച്, ഏപ്രിൽ, മെയ് കൂടി താണ്ടി വേണം ജൂണിൽ മഴ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രദേശത്ത് ചൂട് കൂടുന്നത്? അതിനെന്താണ് കാരണം? എന്താണ് പ്രതിവിധി? നമ്മളുടെ നാട്ടിൽ ചൂട് കൂടുന്നത് ആഗോള താപനം എന്നാണ് പറയാ. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പ്രശ്നമല്ല, ഭൂമിയിൽ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോഴുള്ള ഒരു പരിണിത ഫലമാണ്, ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുക എന്നുള്ളത്. അപ്പം അതിനെന്താണ് പ്രതിവിധി? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നത്? അതിനുള്ള ഒരു മെത്തേഡാണ്, ഏറ്റവും ഫലപ്രദമായ മെത്തേഡാണ് നമ്മുടെ ഭൂമിയിലുള്ള പ്ലാൻ കവർ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. പ്ലാൻ കവർ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മരങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇലകളിലൂടെ അത് വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ട് പുറത്തു വിടുന്നത് നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബണായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ചെടികളുടെ ശിഖരങ്ങളിലും ചെടികളുടെ തടിയിലും ഇലകളിലുമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിനാണ് കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. കാർബൺ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ എത്രത്തോളം പ്ലാൻ കവർ ഉണ്ടോ അത്രത്തോളം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യപ്പെടുന്നു. അറ്റ്മോസ്ഫിയറിൽ ഇതിന്റെ അളവ് കുറയുന്നു. നിങ്ങൾക്ക് ഈ സ്പോഞ്ച് കൊണ്ട് നമ്മൾ വെള്ളം ഒപ്പിയെടുക്കുമല്ലോ, ഒരു പ്രതലത്തിൽ വീണ വെള്ളം ഒപ്പിയെടുക്കുമ്പോൾ സ്പോഞ്ചിൽ അത് അബ്സോർബ്ഡ് ആവും. അപ്പോൾ പ്രതലത്തിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പ്രോസസ്സാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒപ്പിയെടുക്കുകയാണ് ചെടികൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെടികൾ വെച്ച് പിടിപ്പിക്കണം, ഉള്ള ചെടികൾ കളയരുത്, സംരക്ഷിക്കണം. അത് നമ്മളുടെ വീട്ടിലെ ചെടികളാണെങ്കിലും ശരി, അടുത്ത ആളുടെ വീട്ടിലെ ചെടികളാണെങ്കിലും ശരി, അല്ലെങ്കിൽ പൊതുസ്ഥലത്തുള്ള ചെടികളാണെങ്കിലും ശരി, എല്ലാം നമ്മളുടെ പരിസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇൻഡസ്ട്രീസ് കാർബൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, അവർ കാർബൺ മൈനസ് ആണ്. അതേസമയം മറ്റൊരു വശത്ത് കർഷകരും മറ്റുള്ള ആളുകളും വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ വനവത്കരണം നടത്തുന്നു. അത്തരമുള്ള സ്ഥലത്ത് കാർബൺ പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് അത് പണമായി നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്ത്, അത് ഗ്ലോബലിയാണ് കണക്കാക്കുന്നത്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അത്തരത്തിലുള്ള പണം ഒഴുകുന്ന വഴികളുണ്ട്. ഇത്തരത്തിലുള്ള നമ്മളെല്ലാവരും ചേർന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കി വരികയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ വി തോമസ്, അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളത്തിന്റെ സമഗ്രമായ ഉന്നമനത്തിന് വർഷങ്ങളായി വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മളുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട്
പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പിംഗ് കൺട്രി 2014 നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. 2014 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര വയസ്സാകും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇനി നമുക്ക് 20ഓളം വർഷങ്ങൾ കഴിഞ്ഞാലാണ് 2014 ആവുക. അപ്പോ ആ സമയത്ത് നിങ്ങളായിരിക്കും ഇവിടുത്തെ ടീച്ചേഴ്സ്, നിങ്ങളായിരിക്കും ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സ്, നിങ്ങളായിരിക്കും ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ, നിങ്ങളായിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പരിസ്ഥിതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒരു കറിവേപ്പ് നൽകിയാൽ എന്താണ് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുക എന്നുള്ളതാണ്. ഒരു കറിവേപ്പ് വളർത്തുക, കറിവേപ്പ് വളരുന്നത് പഠിക്കുക, കറിവേപ്പിൽ ഓരോ മുകുളങ്ങളും ഉണ്ടാവുന്നത്, ഓരോ ഇലകളും ഉണ്ടാവുന്നത് പഠിക്കുക. അങ്ങനെ നിങ്ങൾ കറിവേപ്പിനോടൊരു സ്നേഹം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഒപ്പം മറ്റു ചെടികളോടും ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് കൃഷിയോടും പരിസ്ഥിതിയോടും നമുക്ക് സ്നേഹവും ആഭിമുഖ്യവും ഉണ്ടാക്കാനും അതോടൊപ്പം നമ്മളുടെ ഈ രാജ്യത്തിന്റെ വികസനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തക്ക ആരോഗ്യമുള്ള ഒരു തലമുറയായിട്ട് മുമ്പോട്ട് വരാനും കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മിടുക്കികളായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, കാരണം നിങ്ങൾ കൈ അടിക്കുന്നത് പോലും ഒരു താളത്തിലായിട്ടാണ് എന്ത് കാര്യത്തിനും, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം നമ്മളുടെ മനോഹരമായ ഈ രാജ്യത്തിന്റെ ഭാവിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ആൾക്കാരായി തീരട്ടെ നിങ്ങൾ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ ഹെഡ് മിസ്ട്രസ് അനിമ മാഡത്തിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹരിതാപമയം അതിജീവന പാഠം നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് കറിവേപ്പില തൈ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ വീടുകളിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത, മലയാളികളുടെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് കറിവേപ്പില ചെടി. ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന ഈ ചെടി ഏറ്റവും ശ്രദ്ധയോടുകൂടി വളർത്തി അതിനെ പരിചരിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ ഒരു ചെടി ഒരു കുട്ടി നട്ടു വളർത്തി പ്രൈമറി ക്ലാസ്സുകളിലും മറ്റും അതിനെക്കുറിച്ച് ഡയറിയിൽ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിന്റെ ഓരോ ഇലകളും വരുമ്പോൾ അതിനെക്കുറിച്ച് കുറിപ്പ് എഴുതി വെക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അത്ര സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ സിറ്റിയിലുള്ള വീടുകളിൽ നിങ്ങൾക്ക് ചെറിയ പോട്ടുകളിൽ ഈ തൈ വളർത്തി വലുതാക്കാൻ കഴിയും. നിങ്ങളോടൊപ്പം ഈ തൈ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ 1500ഓളം തൈകൾ വിതരണം ചെയ്ത പ്രൊഫസർ കെ വി തോമസ് വിദ്യാധരൻ ട്രസ്റ്റിനോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസാ സന്ദേശം നൽകുന്നത് നമ്മുടെ UP വിഭാഗം ഹെഡ് മിസ്ട്രസ് ആശ ടീച്ചറാണ്. ആശ ടീച്ചറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമാണ്. കാരണം പരിസ്ഥിതി ദിനം തൊട്ട് തുടങ്ങി നമ്മൾ ഓരോരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ അതിന് ഒരു മുതൽക്കൂട്ട് എന്ന രീതിയിൽ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഓരോ കുട്ടികൾക്കും തൈകൾ അവിടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ചത് കണ്ടിരിക്കും. എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി നടുക, പരിപാലിക്കുക. ഒപ്പം അതിന്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് കറിവേപ്പില എന്നുള്ളത് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക, വീട്ടിൽ നട്ട് വളർത്തി ഉപയോഗിക്കുക എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിൽ നട്ട കറിവേപ്പില, ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ഒരുമിച്ച് നട്ട വേപ്പിൻ തൈ അവിടെ വലുതായി വന്നിട്ടുണ്ട്. UP സെക്ഷന്റെ പുറകിലുണ്ട്. അത് നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടുന്ന തൈകൾ അടുത്ത വർഷം മുതൽ തന്നെ നമുക്ക് ഉപകാരപ്രദമാകും. എല്ലാവർക്കും
അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ LP വിഭാഗം ഹെഡ്മാസ്റ്റർ സാബു സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ മാഷിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കമ്പ്യൂട്ടർ ലാബുകളൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഒരു 10-24 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഒരു പക്ഷേ കമ്പ്യൂട്ടറുകളൊക്കെ ആ കാലത്ത് വ്യാപകമായിട്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ഈ വിദ്യാലയ സമുച്ചയത്തിൽ LP വിഭാഗത്തിൽ ആദ്യമായിട്ട് 2 കമ്പ്യൂട്ടറുകൾ ഡെസ്ക്ടോപ്പുകൾ നൽകിക്കൊണ്ട് ഒരു ലാബ് തുടങ്ങിയത് അത് നൽകിയത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട KV തോമസ് മാഷാണ് എന്നുള്ള കാര്യം ഞാനിവിടെ വളരെ സ്നേഹത്തോടെ ആദരവോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അന്നൊരു രാധാകൃഷ്ണൻ മാഷുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് സംഘടനാ പ്രവർത്തനമൊക്കെ ഉള്ള ഒരു മാഷാണ്. ആ മാഷ് വഴിയാണ് മാഷിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ലാബ് നമ്മുടെ വിദ്യാലയത്തിൽ LP വിഭാഗത്തിലുണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് LP വിഭാഗത്തിൽ സംഘടിപ്പിച്ചൊരു വലിയൊരു ലിറ്റിൽ സാന്റ വോക്കിലി അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട മാഷ് KV തോമസ് മാഷ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തി. അന്നാണ് ഇത്തരത്തിലുള്ള ഒരു കറിവേപ്പിൻ തൈകൾ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള ഒരു ചർച്ച ഉണ്ടായതും അത് ഇത്തരത്തിലുള്ള ഒരു അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ആ ദിവസം ആയിരുന്നു. അതിന് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അദ്ദേഹത്തിനോട് അറിയിക്കുകയാണ്. നമുക്ക് ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം അല്ലെ ICAR, നമ്മുടെ ഇന്ത്യ ഒരു മഹത്തായ ഒരു കാർഷിക രാജ്യമാണ്. വളരെ രാജ്യമെമ്പാടും വലിയൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിന്റെ കാർഷിക മേഖലയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന 2 മഹാന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞരാണ് നമ്മുടെ ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അവർ വളരെ നിസ്തുലമായിട്ടുള്ള വളരെ ആദരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കറിവേപ്പിൻ തൈക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഒരു മാവിൻ തൈയോ ഒരു പേരത്തൈയോ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് അത് വീട്ടിൽ കൊണ്ടുപോയി അത് നടാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നഗരത്തിന്റെ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ ഒരു 1-2 സെന്റ് സ്ഥലത്തോ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും മിക്കവരും താമസിക്കുക. എന്നാൽ ഒരു കറിവേപ്പിൻ തൈ ആണെങ്കിൽ അത് ഒരു ചട്ടിയിലാണെങ്കിൽ പോലും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആരും തന്നെ കറിവേപ്പിൻ തൈകൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഞാൻ വാങ്ങിക്കാറില്ല. കാരണം എൻ്റെ വീട്ടിൽ 2 ചെറിയ തൈകളുണ്ട്. അപ്പൊ ഞാൻ മല്ലിയിലെയും പുതിനയിലേക്ക് വാങ്ങിക്കും, കറിവേപ്പില വാങ്ങിക്കില്ല. കാരണം അതിൽ നിന്ന് 2 എണ്ണം ഒടിച്ചെടുത്താൽ മതി. ഒരുപക്ഷെ നിങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ കറിവേപ്പിൻ തൈ കൊണ്ടുപോയി നട്ട് വളർത്തി അത് ഒരു വലിയൊരു സന്ദേശമാണ്. അത് രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. എനിക്ക് നിങ്ങൾ ഒരുപക്ഷെ റോസ്മേരി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ പാചകവുമായി ബന്ധപ്പെട്ട റോസ്മേരി എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. നമ്മൾ കുട്ടികളെ പോലെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ലാത്ത അത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എന്റെ സ്കൂളിൽ ഒരു റോസ്മേരി എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ഞാൻ കൊടുത്ത് ടീച്ചറിനെ കുറിച്ച് എന്താ സംസാരിക്കുന്നത്? എന്റെ മകള് പറയാം റോസ്മേരി എന്ന് പറയുന്ന ഒരു ലീഫാണ് അല്ലെ, ഒരു കറിക്ക് രുചിയും സ്വാദും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ലീഫാണ്. ആ റോസ്മേരി ഇന്ത്യൻ അല്ല, ഇന്ത്യൻ നമ്മുടെ ഭക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഒരു സുപരിചിതമായിട്ടുള്ള ഒരു കറിക്ക് രുചി കൂട്ടുന്ന അല്ലെങ്കിൽ ഒരു ഭക്ഷ്യവിഭവത്തിന് രുചി കൂട്ടുന്ന ഒരു ഇലയായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഈ വേപ്പിലയെയും കൂടി നമ്മൾ രാജ്യമൊട്ടാകും അതിന്റെ മഹിമ എത്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. കേവലം ഒരു വേപ്പിൻ തൈ വിതരണം മാത്രമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നിർത്തുകയാണ്. ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് നടത്തുവാനായിട്ട് നമ്മുടെ വിദ്യാലയത്തെ തെരഞ്ഞെടുത്ത ഇതിന്റെ വിദ്യാധനം ട്രസ്റ്റിന്റെ എല്ലാവർക്കും ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയനായ KV തോമസ് മാഷിനെ എല്ലാവരുടെയും പേരിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി നമുക്കായി ആശംസ നൽകുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അനീഷ് കുമാറാണ്. സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മളിന്നിവിടെ ഈ ഒരു കറിവേപ്പില വിതരണം എന്നതിൽ അപ്പുറം നമ്മുടെ തലമുറയ്ക്ക് നാളുകളിലേക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഉൽപ്പന്നമായി മാത്രം നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. കറിവേപ്പില എന്ന് പറയുന്നത് ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിഷമുള്ള ഒരു വസ്തുവാണ് കറിവേപ്പില എന്നുള്ളത് നമ്മളുടെ എല്ലാ പഠനങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയൊരു ഇടത്തിൽ നട്ടു വളർത്താവുന്ന ഈ കറിവേപ്പില നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും എന്നതിലപ്പുറം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ മുകുളങ്ങൾ ഓരോ ഇലകൾ വിടരുമ്പോഴും നമ്മുടെ മനസ്സിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും കൃഷിയുടെയും എല്ലാ വിത്തുകളും
എല്ലാ നന്മകളും നമ്മുടെ മനസ്സിൽ വിടരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ ചടങ്ങിന് നമ്മുടെ സ്കൂളുകൾ തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട തോമസ് മാഷ് അവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എന്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ഡോക്ടർ ഷോജി ജോയ് എഡിസനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഈ പദ്ധതി ആവിഷ്കരിച്ച വിദ്യാധനം ട്രസ്റ്റിന്റെ തലവനായിട്ടുള്ള പ്രൊഫസർ കെ വി തോമസ് സാറിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. കാരണം എന്താ വെച്ചാൽ സാർ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാണ്. വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ നേരത്തെയുള്ള MP ആണ്, നമ്മളുടെ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും. അത്രയ്ക്ക് തിരക്കുള്ള ഒരാളാണ് അദ്ദേഹം. എറണാകുളം ജില്ലയിലെ പാലക്കാട് മറ്റ് ജില്ലകളിലും ഒക്കെയുള്ള സ്കൂളുകളിൽ ഈ കാർഷികമായിട്ടുള്ള പദ്ധതികൾക്ക്, അതുപോലെ തന്നെ കാർഷികം, അതുപോലെ തന്നെ പാഠ്യ പദ്ധതികൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ഉച്ചഭക്ഷണം, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ലീഡ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലവനാണ് ഇപ്പോൾ വിദ്യാധനം ട്രസ്റ്റ് എന്ന് പറഞ്ഞ അതിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അതിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലുള്ള പല സ്കൂളുകളിലും പല പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഈ കാർഷിക മേഖലയിലുള്ള ഈ ഇടപെടലുകൾ. അതിലാണ് ഏകദേശം 25,000-ഓളം കറിവേപ്പ് തൈകൾ ഇപ്പോൾ ഈ മാസം നമ്മൾ പല സ്കൂളുകളിൽ, എറണാകുളം ജില്ലയിലെ പല സ്കൂളുകൾ, ഏകദേശം 100ഓളം സ്കൂളുകളിൽ അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1000-ഓളം ഫലവൃക്ഷ തൈകളും കൊടുക്കാനുള്ള പദ്ധതിയാണ് ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ഈ ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ സാറ് നമ്മളുടെ കൂടെ നിന്ന് ഇതെല്ലാം നല്ല രീതിയിൽ നയിക്കുന്നതിന് സാറിനോടുള്ള നിസ്സീമമായ നന്ദി ഈ സമയത്ത് ട്രസ്റ്റിന്റെ പേരിലും എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പേരിലും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിലും സാറിന് അറിയിച്ചുകൊള്ളുന്നു. നമ്മള് ഈ വിത്തിട്ട് മുളപ്പിച്ച കറിവേപ്പ് തൈകളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമോ? അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വിത്തിട്ട് മുളപ്പിച്ച കറിവേപ്പും വേരിൽ പൊട്ടി മുളച്ചു വരുന്ന കറിവേപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരെങ്കിലും പറയാമോ? അതുപോലെ വീട്ടിൽ കറിവേപ്പ് ഉള്ളവരൊന്ന് കൈപൊക്കിക്കും. ഓക്കെ, എല്ലാ ദിവസവും പറിക്കുമോ കറിവേപ്പ്? ഓക്കെ, ശരി. അപ്പം നമ്മൾ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കറിവേപ്പ് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തിൽ കറിവേപ്പിനകത്തിൽ ഒത്തിരി പുഴുക്കളും ഇതൊക്കെ വരും. അപ്പൊ അതിനകത്തിൽ അവർ ഈ മരുന്നടിക്കും. നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പ്, അതിനകത്തിൽ മരുന്നടിക്കും. നമ്മൾ കറിവേപ്പ് കുക്ക് ചെയ്യാതെ കഴിക്കുന്ന, കറിവേപ്പ് കഴുകുമായിരിക്കും, കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കുന്നത് ഏത് കറികളിലാണ്? ഏതിലാണ്? കുക്ക് ചെയ്യാതെ, കറിവേപ്പ് വേവിക്കാതെ, ഇല വേവിക്കാതെ നമ്മൾ കഴിക്കുന്നത് ഏത്? സംഭാരത്തില്. മോര്, പച്ചമോര് അല്ലെ, സംഭാരം, അതിനകത്തിൽ നമ്മൾ കറിവേപ്പ് കുക്ക് ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇവർ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇത് കറിവേപ്പ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഈ പശയും കൂടെ ചേർക്കും. ഇതിനകത്തില് മരുന്നടിക്കുമ്പോ പശയും കൂടെ ചേർക്കും. അപ്പൊ എന്ത് പറ്റും? അതിൽ ഇലയിൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ കഴുകിയാലൊന്നും ചിലപ്പോൾ പോകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ അംശം എന്തായാലും നമ്മുടെ വയറ്റിൽ പോകും. അത് അങ്ങനെ ദിവസവും നമ്മൾ മോര് കുടിക്കുന്നവരോ അങ്ങനെയുള്ള ഇതാണെങ്കിൽ കുക്ക് ചെയ്താലും അതിന്റെ അംശം ഉണ്ടാവും ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതിനകത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കാലാകാലങ്ങൾ നമ്മളിത് കഴിക്കുമ്പം ആ വിഷാംശം നമ്മുടെ ഉള്ളിലെ കോൺസെൻട്രേറ്റഡ് ആകും. നമ്മളുടെ ഉള്ളിലകത്ത് ഉറഞ്ഞു കൂടി അത് നമുക്ക് നമ്മളുടെ ശരീര കോശങ്ങളെ തകർക്കുന്ന ലെവലിലേക്കൊക്കെ വരും. പ്രിൻസിപ്പളായിട്ടുള്ള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ശ്രീമതി മിനിറാം കെ ആണ്. മാഡത്തിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പ്രൊഫസർ കെ വി തോമസ് സാറും ഞങ്ങളും കൂടെ ആദ്യമേ വന്ന് മീറ്റ് ചെയ്തത് ആനിമ ടീച്ചറിനെയാണ്. ആനിമ ടീച്ചറിനെ കണ്ടപ്പോൾ ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ സ്വീകരിക്കുകയും ഈ പ്രോഗ്രാം ഇവിടെ നടത്താമെന്ന് എഗ്രി ചെയ്യുകയും ചെയ്തു.
ഹൈസ്കൂളിന്റെ എച്ചമായിട്ടുള്ള ആനിമൽ ടീച്ചറിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ആശംസ അർപ്പിക്കുകയും ചെയ്തു. അതിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് UP സെക്ഷനിൽ നിന്ന് ആശ TR ടീച്ചർ ഇവിടെ നമ്മുടെ അടുത്ത് സംസാരിച്ചു. ടീച്ചർ നമ്മൾക്ക് ആശംസയും അർപ്പിക്കുകയുണ്ടായി. ടീച്ചറിനുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. സാബു സാറ് വളരെ ഹൃദ്യമായിട്ട് നമ്മളോട് സംസാരിച്ചു. കൃഷിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി. ഇവിടെ നേരത്തെ ചെയ്ത കൃഷികളെ പറ്റിയൊക്കെ സാറ് പറഞ്ഞു. സാറിന്റെ വ്യക്തിപരമായിട്ടുള്ള കൃഷികളെ പറ്റിയൊക്കെ പറഞ്ഞു. സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ PTA പ്രസിഡന്റ് അനീഷ് കുമാർ AG, അദ്ദേഹം ഇവിടെ വന്ന് നമുക്ക് ഈ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വളരെ എനർജറ്റിക് ആയിട്ട് ഈ പ്രോഗ്രാമിനെ മാനേജ് ചെയ്ത നമ്മുടെ MC സീന മിസ്സിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും സഹായമായിട്ട് കൂട്ടുനിൽക്കുന്ന മാഷ് ഉണ്ട്, അബ്ദുള്ള സാറുണ്ട്, അതുപോലെ തന്നെ ആൻഡപ്പൻ ചേട്ടനുണ്ട്. അവര് വളരെ സ്തുത്യർഹമായിട്ട് ഈ പ്രോജക്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ കൂട്ടുനിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടെ വന്ന ടീച്ചേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.